നമസ്കാരം. പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയതിൽ പ്രതിഷേധിച്ച് ബേബി സഖാവും ജയിക്കും കൂടി ദില്ലിയിൽ അതിശക്തമായ ഒരു സമരം നയിച്ചു. അതോടെ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായിരിക്കുകയാണ്. നിലത്തിരുന്നും മുട്ടിലെഴിഞ്ഞും കേരളത്തിലെ മൂത്ത സഖാക്കൾ പിണറായി വിജയന് വേണ്ടി പൃഷ്ഠം നിരങ്ങൾ സമരം നടത്തുമ്പോൾ ഡൽഹി പോലീസുമായി അതിഭയാനകമായ ചെറുത്തുനിൽപ്പ് നടത്തുകയായിരുന്നു ബേബി സഖാവ്. പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കണ്ടവൻ്റെ അടുക്കളയിൽ കയറി പാത്രം കഴുകിയ മനുഷ്യനാണ് ഈ ബേബി സാർ എന്ന് ഓർക്കണം. ഇപ്പോൾ ഒരു നേതാവിൻ്റെ മകൾ അഴിമതി കാണിച്ചതിന് ഈ പാവം ഡൽഹിയിൽ കിടന്ന് തല്ലുമേടിക്കുകയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിമാന സ്തംഭമായ ഒരു നേതാവിനെയാണ് ഇങ്ങനെ വലിച്ചിഴച്ച് റോഡിലൂടെ പോലീസ് കൊണ്ടുപോയത്. എന്തിനു വേണ്ടിയാണ് ദില്ലിയിലെ സഖാക്കളെ വിളിച്ചുകൂട്ടി ബേബി സാറി വമ്പൻ പ്രക്ഷോഭം നടത്തിയെന്ന് ഓർക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. പലസ്തീൻ്റെയോ തുർക്കിയുടെയോ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. മോദിജിയെ മര്യാദ പഠിപ്പിക്കാനാണെങ്കിൽ സന്തോഷം. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകള് മാസപ്പടി വാങ്ങി അധികാര ദുർവിനിയോഗം ചെയ്തുവെന്ന വിഷയത്തിലാണ് ED റെയ്ഡ്. അതിനെതിരെയാണ് ബേബി സാറ് ജയിക്കിനെയും കൂട്ടിപ്പോയി ദില്ലിയിലെ ED ഓഫീസിന് മുമ്പിൽ സമരം നടത്തിയത്. അതിഘോര വിപ്ലവകാരിയായ യുവരക്തം ജയിക്കു കൂടി ഇറങ്ങിയതോടെ ദില്ലി പോലീസ് ആദ്യമൊന്ന് പകച്ചു. എത്രയോ സമരമുഖങ്ങളിൽ കത്തിജ്വലിച്ച യുവരക്തമാണെന്നോ ജെയ്ക് സി തോമസിൻ്റേത്. പക്ഷെ എന്തുകൊണ്ടോ എന്തോ ദില്ലിയിലെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് തൻ്റെ കോശസ്ഥിതിക്ക് ദില്ലി പോലീസ് ചേരില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാവം നേരത്തെ തന്നെ കയറി പോലീസ് വണ്ടിയിൽ ഇരിപ്പുറപ്പിച്ചു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴതാ ബേബി സഖാവിനെ ചുരുട്ടിക്കൂട്ടി പോലീസ് കൊണ്ടുവരുന്നു. ഡെബിളെ റഹീമും ബ്രിട്ടാസും കേരളത്തിലെ സമരമുഖത്തായതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇടപെടാൻ കഴിയാതിരുന്നത്. പിണറായി വിജയൻ്റെ മകളുടെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയതിന് പ്രകാശ് കാരാട്ട് ഇങ്ങനെ സമരത്തിനിറങ്ങുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ജീവിച്ചിരുന്നെങ്കിൽ സീതാറാം യെച്ചൂരി ഈ നാണം കെട്ട കേസിൽ ഇടപെടുമായിരുന്നു. പക്ഷേ അഷ്ടിക്ക് വകയില്ലാത്ത PBIയും കേന്ദ്ര കമ്മിറ്റിയെയും നിലനിർത്തുന്നത് പിണറായി വിജയൻ നൽകുന്ന ഭിക്ഷ കൊണ്ടാണ്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തി ഭയപ്പെടുത്തുമ്പോൾ വെറുതെ ഇരിക്കാൻ ബേബി സാറിന് കഴിയില്ല. പ്രതിപക്ഷ നേതാവാകണോ വേണ്ടയോ എന്ന് പിണറായി തന്നെ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ കേരളത്തിലേക്ക് PB മടക്കി അയച്ചത്. അത്ര ശക്തമാണ് നമ്മുടെ പിണറായി ബ്യൂറോ ഡൽഹിയിൽ. ജയിക്ക് ഒരിക്കലും കാണാത്ത തരത്തിലുള്ള ഒരു ന്യൂജൻ ലുക്കിലാണ് സമരമുഖത്ത് പ്രത്യക്ഷപ്പെട്ടത്. MA ബേബി ഇനിയും ഒരുപാട് സമരങ്ങളിൽ അവിടെ പങ്കെടുക്കേണ്ടി വരും. ഇത്തരം സമരമുഖങ്ങളിൽ മുണ്ട് അത്ര സേഫ് അല്ല സഖാവേ. അതിനാൽ ദയവായി ഒരു ബെർമുടയോ പാൻറ്റോ ധരിക്കാൻ അങ്ങിനി ശ്രദ്ധിക്കണം. ദേശീയ വിപ്ലവം ഡൽഹിയിലെ തെരുവീഥികളിൽ ഉടുതുണിയില്ലാതെ നിൽക്കുന്ന കാഴ്ച നമുക്ക് നാണക്കേടാണ്. അങ്ങ് ദില്ലിയിലെത്തിയതോടെ സഖാവ് ജയിക്കും സഞ്ചിയിലേക്ക് മാറിയിട്ടുണ്ട്. ആ തോൾ സഞ്ചി കണ്ടപ്പോൾ ചിന്തിച്ചത് അവിടെ ചെന്ന് പോലീസിനെ എറിയാനുള്ള ബോംബോ മിസൈലോ ഗ്രനേഡോ വല്ലതുമായിരിക്കുമെന്നാണ്. ഒരർത്ഥത്തിൽ ബേബി സഖാവ് ദില്ലി കേന്ദ്രീകരിച്ച് സമരം നടത്തിയത് വളരെ നന്നായി. ഇവിടെ പിണറായി വിജയൻ്റെ ബേക്കറി ജംഗ്ഷനിലെ വാടക വീടിന് മുമ്പിലത്തെ സമരത്തിലാണ് പങ്കെടുത്തിരുന്നതെങ്കിൽ ഗോവിന്ദൻ്റെയും പിറകിൽ ചെന്ന് ഇരിക്കേണ്ടി വന്നേനെ. പ്രോട്ടോകോൾ അനുസരിച്ച് ഇവിടെ വരുമ്പോൾ ഗോവിന്ദനും താഴെയാണ് ബേബി സഖാവിൻ്റെ സ്ഥാനം. ദേശീയ തലത്തിൽ ബേബി നയിച്ച ED വിരുദ്ധ സമരം കണ്ടതോടെ ലോക രാജ്യങ്ങളെല്ലാം നടുങ്ങിയിരിക്കുകയാണ്. ലോകാരാധ്യനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയോ, റിപ്പബ്ലിക് ഓഫ് തുർക്കി സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് റഷ്യ പ്രമേയം പാസാക്കി, ഉത്തര കൊറിയൻ ഭരണാധികാരി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അയൽരാജ്യമായ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിയന്തരമായി യോഗം ചേർന്നു. ഇതിൻ്റെയൊക്കെ ഫലം ഇനി എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഏതാണ്ട് 8 മണിക്കൂറാണ് പിണറായി വിജയനെയും കുടുംബത്തെയും ED സംഘം തോക്കിൻ്റെ മുനയിൽ നിർത്തി വീട്ടുതടങ്കലിൽ വെച്ചത്. എങ്ങനെ സന്തോഷിച്ചുല്ലസിച്ച് നാടാകെ പര്യടനം നടത്തി വന്ന കുടുംബമായിരുന്നു. ഒരു ചെങ്കിൽ നിന്നും പുകയും മറുചെങ്കിൽ നിന്നും വെടിയും വരുന്ന ശക്തനായ ഒരു നേതാവാണ് തങ്ങളുടെ മുമ്പിലിരിക്കുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു. റെയ്ഡിലൊന്നും കിട്ടിയില്ല എന്ന് എഴുതി തന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പുറത്ത് കാത്തുനിന്ന അന്തങ്ങൾ വിളിച്ചു പറഞ്ഞു. അവരതുപോലെ ഒരു വെള്ളക്കടലാസിൽ ഇംഗ്ലീഷിൽ എന്തോ എഴുതി കൊടുത്തു. ഈ റെയ്ഡിൻ്റെ എല്ലാ വിവരങ്ങളും തത്സമയം വീഡിയോയിൽ പകർത്തുന്നുണ്ട് എന്നുള്ളത് ഈ കമ്മികൾക്കറിയില്ല. പിണറായി വിജയൻ്റെ ഫോണും വാങ്ങി വെച്ചു പോലും. ഇദ്ദേഹത്തിൻ്റെ ഫോൺ P ശശിയല്ലേ ഉപയോഗിക്കുന്നത്? അഥവാ പിണറായിക്ക് സ്വന്തമായി ഫോൺ ഉണ്ടോ? അതിലിനി എന്തെല്ലാം അന്ധക്കരണങ്ങളുണ്ടെന്ന് ആരറിഞ്ഞു? ED പോയ പോക്കിൽ
വീണയുടെ സകല അക്കൗണ്ടുകളും മരവിപ്പിച്ച് സകല ബാങ്ക് രേഖകളും എടുത്ത് ഫോണും കൊണ്ടാണ് പോയത്. നോക്കണേ കാലത്തിൻ്റെ ഒരു കാവ്യനീതി. കഴിഞ്ഞ 10 വർഷം ഭരണത്തിലിരുന്ന പിണറായി വിജയൻ 5 ആണ്ട് ശരിക്കും അർമാദിക്കുകയായിരുന്നു. അർദ്ധരാത്രിയിലും പട്ടാപ്പകലും ഏതെല്ലാം ശത്രുക്കളുടെ വീട്ടിലും മാധ്യമപ്രവർത്തകരുടെ വീട്ടിലുമാണ് റെയ്ഡ് നടത്തിയത്. മാധ്യമ സ്ഥാപനങ്ങളിൽ കയറി ഫോണും ലാപ്ടോപ്പും ക്യാമറകളും പിടിച്ചെടുത്തു. യാതൊരു നീതിയുമില്ലാത്ത റെയ്ഡും അറസ്റ്റുമാണ് അവരന്ന് നടത്തിയത്. പിന്നെ എന്തൊരു അട്ടഹാസമായിരുന്നു കമ്മികൾ. ആ പിണറായി വിജയനെ 8 മണിക്കൂർ തടങ്കലിൽ വെച്ച് മകളുടെ ഫോണും വാങ്ങിപ്പോയ ഇടിക്കിരിക്കട്ടെ ഒരു കുതിരപ്പവൻ. മകളുടെ ആ ഫോൺ പരിശോധിച്ചാൽ അറിയാം വേറെ എത്ര കോടികളുടെ ഇടപാടുകളുണ്ടെന്ന്. കോടിയേരിയുടെ മക്കൾ കേസിൽപ്പെട്ടപ്പോൾ പ്രായപൂർത്തിയായ ആൺമക്കൾ സ്വന്തം നിലയ്ക്ക് കേസ് നടത്തും, പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് CPM. എങ്കിൽ പിന്നെ വിവാഹിതയും ഒറ്റയ്ക്ക് കുടുംബം പുലർത്താനും കമ്പനി നടത്താനും ശേഷിയുമുള്ള ഒരു സ്ത്രീയെ എന്തുകൊണ്ടാണ് നിയമത്തിന് വിട്ടുകൊടുക്കാത്തത്? പാർട്ടിയോ തോറ്റു തുന്നം പാടി. 16 ദിവസമായിട്ടും വാതുറക്കാതിരുന്ന പിണറായി വിജയൻ ED റെയ്ഡ് കഴിഞ്ഞ് പോയപ്പോഴേക്കും പുറത്തു വന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ? ED സംഘം എന്നെ കൊത്തിപ്പറിക്കാൻ വരികയാണ്, പാർട്ടി ഇതുപോലെ പ്രതിരോധം തീർക്കട്ടെ എന്ന്. നോക്കണേ, ഇരവാദമുയർത്തിയൊരു മനുഷ്യൻ പാർട്ടിയെ തനിക്കൊപ്പം നിർത്തുന്നത്. ഇപ്പോൾ താത്വിക ബുദ്ധിജീവിയായ M സ്വരാജ് പറയുന്നത് മറ്റൊരാരോപണമാണ്. VD സതീശൻ കന്റോൺമെൻറ്റ് ഹൗസ് ഒഴിഞ്ഞുകൊടുക്കാതെ പിണറായി വിജയനെ മനഃപൂർവ്വം EDയുടെ റെയ്ഡിന് വിട്ടുകൊടുക്കുകയായിരുന്നത്രേ. മുഖ്യമന്ത്രി VD സതീശൻ ഇതുവരെ കന്റോൺമെൻറ്റ് ഹൗസ് ഒഴിഞ്ഞു പോയിട്ടില്ല. അദ്ദേഹം ക്ലിഫ് ഹൗസിൽ ചെന്ന് പൊറുതിയും തുടങ്ങിയിട്ടില്ല. മുഖ്യമന്ത്രി അവിടെ നിന്ന് ഒഴിഞ്ഞിട്ട് വേണം പിണറായി വിജയന് അവിടെ കയറി താമസം തുടങ്ങാൻ. അങ്ങനെ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയാകുമ്പോൾ ചില പരിരക്ഷകളൊക്കെ ലഭിക്കും. ചാടിക്കേറി ഒരു സുപ്രഭാതത്തിൽ വന്ന് EDക്ക് റെയ്ഡ് ചെയ്യാൻ കഴിയില്ല. ED വന്നു എന്നറിയുമ്പോൾ ഫോൺ എടുത്ത് കിണറ്റിലിടുകയോ അരിപ്പാത്രത്തിൽ പൂഴ്ത്തി വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിണറായി വിജയൻ അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന സ്വപ്നതുല്യമായ ക്ലിഫ് ഹൗസിൽ പോയി VD സതീശൻ പൊറുക്കണമെന്ന് ആഗ്രഹിക്കുന്ന നേതാവാണ് M സ്വരാജ്. അവിടെ കിണറുണ്ട്, കുളമുണ്ട്, ജലധാരയുണ്ട്, ലിഫ്റ്റുണ്ട്, ചാണകക്കുഴിയുണ്ട്, തൊഴുത്തുണ്ട്. പക്ഷേ തന്ത്രശാലിയായ സതീശൻ ക്ലിഫ് ഹൗസിൽ താമസിക്കാതെ പിണറായി വിജയനെ വാടക വീട്ടിൽ ഒതുക്കി. അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് ED സംഘത്തിന് ആ വീട്ടിൽ കയറി പരിശോധന നടത്താൻ കഴിഞ്ഞത്. ബുദ്ധിമാനായ VD സതീശൻ പ്രധാനമന്ത്രിയെ കാണാൻ ചെന്ന് സമ്മാനങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് കുശലം പറഞ്ഞിരുന്നപ്പോൾ പറഞ്ഞു, മോദിജി ഈ പിണറായി വിജയനെ ഒന്ന് റെയ്ഡ് ചെയ്യാമോ? ഇപ്പോഴാവുമ്പോൾ പറ്റിയ സമയമാണ്. പുള്ളി വാടക വീട്ടിലാണ് താമസം, ഞാൻ പോയി കണ്ടതാണ്. ഒരു 12 ഇടങ്ങളുടെ ലിസ്റ്റും കൊടുത്തു. സതീശൻ പറഞ്ഞാൽ മോദിക്ക് ഒഴിയാൻ പറ്റില്ലല്ലോ, കാരണം അവരുടെ ഇരിപ്പ് വശം അതാണല്ലോ. പിറ്റേന്ന് തന്നെ അതാ ED റെയ്ഡ് നടത്തുന്നു. മാത്രമല്ല മോദിജിക്ക് ഏറെ ഇഷ്ടമുള്ള രാഹുൽ ഗാന്ധി എത്രയോ കാലമായി പറയുന്നു എന്തുകൊണ്ടാണ് ED പിണറായി വിജയനെ റെയ്ഡ് ചെയ്യാത്തത്. ആ പരാതിയും അദ്ദേഹം തീർത്തു കൊടുത്തു. തലച്ചോറ് നായ നക്കിയ ഒരുമാതിരിപ്പെട്ട അന്തങ്ങളും കമ്മികളും എല്ലാം ധരിച്ചിരിക്കുന്നത് ഈ ഒരു നറേഷനാണ്. ഇത്രയും കാലം അമ്മായിയപ്പനും മരുമോനും പോയി മോദിജിയുടെ കാലിൽ പിടിച്ച് നമ്മൾ കണ്ടു. നിർമ്മലാ സീതാരാമന് വിരുന്ന് കൊടുത്തു. എന്നെ കൈവിടല്ലേ എന്ന് അപേക്ഷിച്ച് മോദിയുടെ കയ്യിൽ ഞാന്നു. എന്തായാലും ED പോയി കഴിഞ്ഞപ്പോൾ പുറത്തു വന്ന പിണറായി വിജയൻ ആകെ കുഴഞ്ഞ ഒരു മുഖഭാവത്തിലായിരുന്നു. മാളത്തിൽ നിന്നും പുറത്തു വന്ന പിണറായി പറഞ്ഞത് എനിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടരൂ സഖാക്കളെ എന്നാണ്. ഇങ്ങനെ പാർട്ടി ഗുണ്ടകളെയും തോറ്റ MLA-മാരെയും മുൻനിർത്തി എത്ര കാലം ഒരു അന്വേഷണ ഏജൻസിയെ വിറപ്പിച്ചു നിർത്താൻ ഈ പിണറായിക്ക് കഴിയും? വിജയന് വേണ്ടി രക്ഷാപ്രവർത്തനത്തിനിറങ്ങി മുട്ടയെറിഞ്ഞവനും കട്ടയെറിഞ്ഞവനുമൊക്കെ ഇപ്പോൾ ജയിലിൽ കിടന്ന് കട്ട കടിക്കുകയാണ്. P. വത്സലയുടെ നെല്ല് എന്ന കൃതിയിൽ വേലായുധൻ എന്ന കഥാപാത്രം പറയുന്ന ഒരു സംഭാഷണമുണ്ട്. വയസ്സന്മാർ യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുന്നു. പോരാടുന്നതും മരിച്ചു വീഴുന്നതും ചെറുപ്പക്കാരാണ്. പിണറായി വിജയൻ അധികാരത്തിലേറാൻ പല യുദ്ധങ്ങളും ചെയ്തു. അതിലെല്ലാം പോരാടിയതും മരിച്ചു വീണതും അകത്തു പോയതുമെല്ലാം ഏതോ വീട്ടിലെ വല്ലവൻ്റെയും മക്കളാണ്. കൂടെ നിൽക്കുന്നവരെല്ലാം തൻ്റെ ബലിദാനികളാണെന്ന് കരുതുന്ന നേതാവാണ് പിണറായി വിജയൻ. ഇങ്ങനെ EDയുടെ മുമ്പിൽ കുറ്റവാളിയായി നിൽക്കുന്ന ഒരു മകളെ വീട്ടിൽ താമസിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ധാർമ്മികതയുള്ളൊരു നേതാവിന് പ്രതിപക്ഷ നേതാവാകാൻ കഴിയുക? ഈ അധർമ്മടം വിജയന് ധാർമ്മികത ഇല്ല. സ്വന്തം നിലനിൽപ്പും കുടുംബ ഭദ്രതയുമാണ് അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടത്. ഇങ്ങനെ ഒരാൾ പ്രതിപക്ഷ നേതാവായാൽ എന്തെല്ലാം തകരാറാണ് സംഭവിക്കുക? സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം അവതാളത്തിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് മനസ്വസ്ഥതയോടെ നാടിൻ്റെ വിഷയങ്ങളിൽ ഇടപെടാനും പരിഹാരം കാണാനും സാധിക്കുക? സ്വന്തം മൂട്ടിലെ തീ കെടുത്താൻ പോകുമോ, നാട്ടുകാരുടെ കാര്യം നോക്കാൻ പോകുമോ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഒന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ, അതൊരു പഴഞ്ചൊല്ലാണ്. മൂത്ത കായ കൊമ്പിലിരിക്കില്ല, ഒരു നാൾ അടർന്നു വീഴും.